ഉന്നാവോ വിഷയവുമായി ബന്ധപ്പെട്ട പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം നടത്തുന്നുണ്ടായിരുന്നു. അങ്കിത ഭണ്ഡാരി കേസ് ഉൾപ്പെടെ ഈ രണ്ട് കേസുകളിലും നീതി ആവശ്യപ്പെട്ടാണ് പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നത്. ഇപ്പോൾ ആ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് മാറ്റുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. പ്രതിഷേധക്കാരോട് പോലീസ് മാറാൻ ആവശ്യപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ അവർ മാറാൻ തയ്യാറാകുന്നില്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രവിത, തീർച്ചയായും പ്രതിഷേധക്കാരെ ഇപ്പോൾ നീക്കാൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. പ്രതിഷേധക്കാരെ കൊണ്ടുപോകാൻ ബസ് എത്തിച്ചിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി പ്രതിഷേധക്കാരോട് ഇവിടെ നിന്ന് മാറണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ മാറാൻ തയ്യാറല്ല എന്ന നിലപാടാണ് പ്രതിഷേധക്കാർ സ്വീകരിച്ചത്. തുടർന്ന് ഒറ്റയ്ക്ക് മുംതാസ് പട്ടേലിനോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ വരണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതിനും അവർ തയ്യാറായില്ല. സംസാരിക്കാനുള്ളത് ഇവിടെ വെച്ച് തന്നെ സംസാരിക്കാം എന്ന് അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ഉടൻ തന്നെ ബസ് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധക്കാരെ കൊണ്ടുപോകുന്നതിനായി കൂടുതൽ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, വനിതാ പോലീസുകാർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതിഷേധക്കാർ ഇതുവരെയും എഴുന്നേൽക്കാനോ മാറാനോ തയ്യാറായിട്ടില്ല. ഇപ്പോഴും സംസാരിക്കുകയാണ്. തങ്ങൾ സമാധാനപരമായാണ് പ്രതിഷേധിക്കുന്നത്, ആൾക്കൂട്ടത്തെ കൊണ്ടുവന്നിട്ടില്ല, മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നില്ല, സമാധാനപരമായുള്ള പ്രതിഷേധമാണ് ഇവിടെ വരുന്നത്. എന്തുകൊണ്ട് അത് തടയുന്നു, എന്തുകൊണ്ട് ഇവിടെ നിന്നും മാറ്റുന്നു എന്നും ഒപ്പം തന്നെ രാജ്യത്തെ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാമെന്ന് ഇവിടെ നിന്ന് തങ്ങളെ കൊണ്ടുപോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എഴുതി നൽകണം എന്ന ആവശ്യമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോഴും എന്തായാലും ഈ പ്രതിഷേധക്കാരെ ഇവിടെ നിന്നും മാറ്റാനുള്ള നടപടികൾ തന്നെയാണ്. ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. വാഹനം ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. തന്ത്രപ്രധാനമായ മേഖലയിൽ ഒരു തരത്തിലും പ്രതിഷേധങ്ങൾ അനുവദിക്കാറില്ലാത്ത, ഇതുവരെയും പ്രതിഷേധങ്ങൾ നടത്താത്ത ഇടത്താണ് ഈ പ്രതിഷേധം നടന്നു വരുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഈ പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ പ്രധാന കവാടത്തിന് തൊട്ടു മുന്നിലായാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടന്നു വരുന്നത്. 4 പേർ, മുംതാസ് പട്ടേലിന്റെ നേതൃത്വത്തിൽ 4 പേർ ആരംഭിച്ച പ്രതിഷേധം ഇപ്പോൾ 6 സ്ത്രീകൾ ആണ് ഈ സ്ഥലത്ത് പ്രതിഷേധിക്കുന്നത്. മുദ്രാവാക്യങ്ങൾ പോലും ഉയർത്താതെ സ്ത്രീകൾക്ക് നീതി, സുരക്ഷ എന്നിവ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടന്നു വരുന്നത്. മുംതാസ് പട്ടേലിനോടൊപ്പം തന്നെ മറ്റ് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് സാമൂഹിക സംഘടനയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. അവരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പ്രതിഷേധമാണ് കാരെ മാറ്റാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ പോലീസുകാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബലം പ്രയോഗിച്ച് തന്നെ ഇവരെ ഇവിടെ നിന്നും മാറ്റാനുള്ള ഒരു ഒരുക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വാഹനം പോലീസ് എത്തിച്ചിരിക്കുന്നു, ഒരു ബസ് എത്തിച്ചിരിക്കുന്നു. കൂടുതൽ പോലീസുകാരെ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ എത്തിച്ചിരിക്കുകയാണ്. അവരോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവിടെ നിന്നും മാറി സംസാരിക്കാനില്ല എന്ന് അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഉടൻ തന്നെയാണ് ഇവിടേക്ക് വാഹനം എത്തിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസും ഒപ്പം തന്നെ വാഹനവും ഇവിടെ തന്നെ തുടരുകയാണ്. ഈ പ്രതിഷേധക്കാർ മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബലം പ്രയോഗിച്ച് പോലീസ് പ്രതിഷേധക്കാരെ മാറ്റുകയാണ്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ചാണ് ഈ പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് ഉന്നാവോ ബലാത്സംഗ കേസിലെ പ്രതിയായ മുൻ BJP MLA കുൽദീപ് സിംഗ് സെൻഗാറിന് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെതിരെയാണ് ഇപ്പോൾ പാർലമെന്റിന് മുന്നിൽ ശക്തമായ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ വനിതാ സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഇപ്പോൾ ഇവിടെ നിന്ന് മാറാൻ പോലീസ് ഇവരോട് ആവശ്യപ്പെടുകയായിരുന്നു. മാറാത്തതിനാൽ ഇപ്പോൾ ബലം പ്രയോഗിച്ച് ഇവരെ മാറ്റുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇന്ത്യയുടെ മകൾക്ക് നീതി വേണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധം നടന്നു വന്നിരുന്നത്. അതീവ സുരക്ഷാ മേഖലയായ പാർലമെന്റ് പരിസരത്ത് നിന്ന് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. സാധാരണ ഈ പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കൊന്നും ഇടം നേടാറില്ല. ഇപ്പോൾ ആ പ്രതിഷേധക്കാരെ നിർബന്ധിച്ച് ഇവിടെ നിന്ന് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുകയാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, ഇവരെ ഇപ്പോൾ ബസ്സിലേക്ക് കയറ്റിയോ? ഈ പ്രതിഷേധക്കാരുമായി വാഹനം ഇപ്പോൾ പോയിരിക്കുകയാണ്. പ്രതിഷേധക്കാരെ പൂർണ്ണമായും ഇവിടെ നിന്നും ഒഴിപ്പിച്ചിരിക്കുന്നു. ബസ് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു.
ഇപ്പോൾ പ്രതിഷേധക്കാരെ പൂർണ്ണമായും ഇവിടെ നിന്നും മാറ്റിയിരിക്കുകയാണ്. വലിയ തോതിൽ തന്നെ പോലീസ് വിന്യാസം ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ പെട്ടെന്ന് ഏതാണ്ട് 50-ലേറെ പോലീസുകാർ, വനിതാ പോലീസുകാർ ഉൾപ്പെടെ ഇവിടെ എത്തുകയും പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് ബസ്സിലേക്ക് കയറ്റി അവരെ ഇവിടെ നിന്നും മാറ്റുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധക്കാരെ പൂർണ്ണമായും ഇവിടെ നിന്നും മാറ്റിയിരിക്കുന്നു. 6 പ്രതിഷേധക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് അവരെ പൂർണ്ണമായും ഈ പ്രതിഷേധ സ്ഥലത്തു നിന്നും മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഈ സ്ഥലത്ത് പൂർണ്ണമായും ഈ പാർലമെന്റിന് മുന്നിലെ അതീവ സുരക്ഷാ മേഖലയിൽ ഇപ്പോൾ പ്രതിഷേധക്കാർ ആരും തന്നെ ഇല്ല. പൂർണ്ണമായും പ്രതിഷേധക്കാരെ ഈ സ്ഥലത്തു നിന്നും മാറ്റിയിരിക്കുകയാണ് പോലീസ്. അവരെയും കൊണ്ടുള്ള ബസ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ പൂർണ്ണമായും ഈ പ്രദേശം ഒഴിപ്പിച്ചിരിക്കുകയാണ്. വലിയ തോതിലുള്ള പോലീസ് സന്നാഹമാണ്. വളരെ പെട്ടെന്ന് വ്യക്തമാണ്. ഉന്നാവോ അങ്കിത ഭണ്ഡാരി കേസുകളിൽ നീതി ആവശ്യപ്പെട്ടാണ് പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നത്. ഇപ്പോൾ ആ പ്രതിഷേധക്കാരെ ബലപ്രയോഗത്തിലൂടെ പോലീസ് പ്രത്യേക സുരക്ഷാ മേഖലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ബൽറാം നെടുങ്ങാടി പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.